ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഞങ്ങൾക്ക് സുഖമാണ്. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഞാൻ രാവിലെ കണ്ടോ, ഇന്ന് ഞാൻ നെല്ലിക്കയൊക്കെ കാണിച്ചുകൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ഈ നെല്ലിക്കയ്ക്ക് എന്താ നിങ്ങളുടെയൊക്കെ അവിടെ പറയുന്നതെന്ന് പറയണേ. ഞങ്ങളിതിന് ചീമ നെല്ലിക്ക എന്ന് പറയുവേ. അപ്പോൾ അത് കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നേ. കുറച്ച് ദിവസമായി ഇത് കിട്ടിയിട്ട്, പക്ഷേ ഇതുവരെ എനിക്കത് അച്ചാറിടാൻ പറ്റിയതേ ഇല്ല. അപ്പം ഞാൻ ഇത് തലേന്ന് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഞാനിങ്ങനെ വെച്ചിരുന്നു. ഒരു ദിവസം വെച്ചിരുന്നു, പിറ്റേ ദിവസം എടുത്ത് അച്ചാറിടാമെന്ന് കരുതിയേ. അങ്ങനെ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കറിവേപ്പിലയൊക്കെ എടുത്തു. പിന്നെ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ നല്ല എണ്ണ ഇല്ല. പിന്നെ അതുമല്ല, കുറച്ചേ ഉള്ളല്ലോ, നമ്മൾ ഒത്തിരി ദിവസമൊന്നും വെച്ചേക്കാൻ ഒത്തിരി നാളത്തേക്കൊന്നും അല്ലല്ലോ. അങ്ങനെ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്ത് അതൊക്കെ ചൂടായി കഴിയുമ്പം കുറച്ച് കടുക് ഇട്ട് കൊടുത്തേ. കടുവൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ട്, ആദ്യം വെളുത്തുള്ളി ഇട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ ഇളക്കി കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാവേ. ഇഞ്ചി ഇട്ട് ഇളക്കി അതിൻ്റെ പച്ചമണമെല്ലാം മാറിക്കഴിയുമ്പോഴത്തേക്ക് കറിവേപ്പിലയിട്ട് പിന്നെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാവേ. ഞാൻ അച്ചാർ പൊടിയോ അങ്ങനെയൊന്നുമല്ല, നമ്മുടെ സാധാരണ വീട്ടിലുള്ള മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കായവും ഉലുവാപ്പൊടിയും ഒക്കെ ഇട്ടാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് വലിയ അച്ചാറിലൊന്നും വലിയ പിടിയൊന്നുമില്ല. എന്നാലും എനിക്കറിയാവുന്ന രീതി, ഞാനിടുന്ന രീതികളിലാണ് ഞാനങ്ങ് ഇടുവേ. എനിക്കറിയാവുന്നതുപോലെ ഞാനങ്ങ് ഇടുവാണേ. എനിക്ക് അച്ചാറിടുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും, ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ ഞാൻ എൻ്റെ അമ്മായിയമ്മയോട് ചോദിച്ചിട്ടുണ്ട്, അച്ചാറിടുന്ന കാര്യം പറഞ്ഞപ്പോൾ, അച്ചാറിനകത്ത് മല്ലിപ്പൊടി ഇടുമോ എന്ന് ചോദിച്ചത് ഞാൻ എപ്പോഴും എന്ത് അച്ചാറിടുമ്പോഴും ഞാനിപ്പോൾ അത് ഓർക്കും. ഞാനെപ്പോഴും അത് ഓർക്കാറുണ്ട്, ആ ചോദ്യം. പക്ഷേ അതൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ ഒരുപാട് ബെറ്ററാണ്. ഒരുപാടെന്ന് പറയാൻ പറ്റത്തില്ല, ശരിക്കും അന്നത്തെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം എല്ലാം തനിയെ ഉണ്ടാക്കാനൊക്കെ അറിയാം. നമ്മളിപ്പോൾ തനിയെ ഇങ്ങനെ ജീവിച്ച് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. നമുക്ക് എന്ത് തോന്നിയാലും കഴിക്കണമെന്ന് തോന്നിയാലും നമ്മൾ മാത്രം ഉണ്ടാക്കി കഴിക്കണമല്ലോ. അത് കാരണം ഞാൻ എല്ലാം ഒരുമാതിരിപ്പെട്ടതൊക്കെ ഞാൻ ഈ എല്ലാം പറയുന്ന പോലെ നമ്മൾ വേറെ ആരോട് ചോദിച്ചൊന്നുമല്ല, നമ്മൾ ഈ യൂട്യൂബിനകത്തൊക്കെ ഇങ്ങനെ നോക്കിയൊക്കെ ഓരോന്നൊക്കെ അങ്ങനെ പഠിച്ചെടുത്തു അങ്ങനെയൊക്കെ. അപ്പം ഞാൻ തന്നെ എന്നെ പുകഴ്ത്തി പറയുന്നതല്ല, കഴിച്ച് നോക്കിയിട്ട് ഇവിടെ എല്ലാവരും പറയാറുണ്ട് ഒരുപാട് മാറ്റമുണ്ട്, എന്താ പറയുന്നത്, നന്നായിട്ട് വെക്കുന്നുണ്ടെന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. സ്വയം പൊക്കിയതല്ല. അങ്ങനെ പൊടികളൊക്കെ ഞാൻ ഇട്ട് കൊടുത്ത്, പൊടികളൊക്കെ ചൂടായി കഴിയുമ്പോഴത്തേക്ക് കുറച്ച് വിനീഗറും കൂടെ ഒഴിച്ച് കൊടുത്തേ. അതിൻ്റെ ഇതൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ചീമനെല്ലിക്ക തട്ടിയിട്ട് കൊടുത്ത് ഇങ്ങനെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാവേ. ഞാൻ ഈ കായപ്പൊടി ലാസ്റ്റേ ഇടുകയുള്ളൂ, കാരണം അതിൻ്റെ ആ ഫ്ലേവറൊക്കെ ആ മണമൊക്കെ കിട്ടാൻ വേണ്ടിയേ. ലാസ്റ്റ് നമ്മുടെ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ റെഡിയായി. അപ്പം ഇതൊരു ചെറിയ വീഡിയോ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാവേ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.